നാലുകെട്ട് MT വാസുദേവൻ നായർ ഭാഗം 18. ബസ് ചുരം കയറുകയായിരുന്നു. ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകൾ, മറുഭാഗത്ത് കാട് പിടിച്ച് കിടക്കുന്ന താഴ്വരകൾ. മുടിപ്പിൻ വളവുകൾ ഓരോന്നായി കയറി ബസ് ഞെരുങ്ങി നീങ്ങുമ്പോൾ അപ്പുണ്ണി പുറത്തേക്ക് നോക്കി. ഉച്ചവെയിലിൽ വെട്ടിത്തിളങ്ങുന്ന ഇലപ്പടർപ്പുകൾ നിറഞ്ഞ വിദൂരസ്ഥമായ വനാന്തരങ്ങൾ, കാട്ടുവാഴകൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന സമീപത്തെ പാറക്കെട്ടുകൾ. പള്ളിപ്പുറത്തു നിന്ന് കയറിയ മുതൽക്ക് താൻ ആകെ മാറിയിരിക്കുന്നുവെന്ന് അപ്പുണ്ണിക്ക് തോന്നി. പഴയ അപ്പുണ്ണിയല്ല ഇപ്പോൾ, പുതിയ മുതിർന്നൊരു മനുഷ്യനാണ്. ബസ്സിൽ സാമാന്യം തിരക്കുണ്ട്. ഉച്ചവെയിലാണെങ്കിലും കഴുത്തിൽ വുളൻ മഫ്ലർ ചുറ്റിക്കെട്ടിയ, കാതിൽ വലിയ വള്ളിക്കടുക്കനിട്ട ഒരു കാരണവരാണ് തൊട്ടടുത്ത്. മുന്നിലെ 2 സീറ്റുകളിൽ സ്ത്രീകളും കുട്ടികളും. അതിലൊരുത്തി നിരന്തരമായി പുറത്തേക്ക് തലയിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. ചുരം കയറി മുകളിലെത്തിയപ്പോൾ അപ്പുണ്ണി പുറത്തേക്ക് തലയിട്ട് താഴോട്ട് നോക്കി. മലയുടെ ശരീരം ചുറ്റി വരിയുന്ന കറുത്ത പാതയുടെ രേഖകൾ വളഞ്ഞു പുളഞ്ഞു കാണാം. താഴെ നിന്ന് വരുന്ന ഒഴിഞ്ഞ ലോറികൾ കാട്ടുറുമ്പുകളെ പോലെ അരിച്ചു കയറുന്നു. കയറിക്കഴിഞ്ഞ ഉയരം, താഴത്തെ അഗാധത നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ വലതുവശം മുൾപടർപ്പും കരിയിലകളും നിലം മൂടിക്കിടക്കുന്ന കുറ്റിക്കാടുകളുമാണ്. മേലെ വെട്ടിത്തെളിയിച്ച വെളിസ്ഥലങ്ങൾ, കരിഞ്ഞ മരക്കുറ്റികൾ അവിടെ ഇവിടെ കാണാം. ചെമ്മണ്ണിൻ്റെ നിറം കാണുന്ന ആ വിശാലമായ ഭൂഭാഗം കണ്ടപ്പോൾ വള്ളിക്കടുക്കനിട്ട കാരണവർ അപ്പുറത്തിരിക്കുന്ന ചുവന്ന താടിക്കാരനെ ഒന്ന് തോണ്ടി എന്തോ ചോദിച്ചു. റബ്ബർ തോട്ടം വെക്കാനാ നമ്മുടെ കോയിക്കുട്ടിയാച്ചിയുടെ മക്കളാ ഈ സ്ഥലം മുഴുവൻ എടുത്തിരിക്കണത്. വഴിയിൽ ഒരരികിലായി മരം കയറ്റിയ ഒരു ലോറി കേടുവന്ന് കിടക്കുന്നു. ഡ്രൈവർ ബസ് നിർത്തി ഇറങ്ങി ട്രബിൾ എന്താ എന്ന് അന്വേഷിച്ചു. ബോണറ്റിൽ കയറി ഹതാശനായിരിക്കുന്ന കറുത്ത തലയിൽ കെട്ടുകാരൻ തമിഴിൽ എന്തോ പറഞ്ഞു. ഡ്രൈവർ വീണ്ടും ബസ് വിട്ടു. വെയിലാറിയതോടെ സുഖകരമായ ഇളം തണുപ്പുള്ള ഒരു കാറ്റ് ബസ്സിനുള്ളിലൂടെ ചൂളം വിളിച്ച് പായാൻ തുടങ്ങി. അപ്പുണ്ണിയുടെ അടുത്തിരിക്കുന്ന കാരണവർ കഴുത്തിൽ നിന്ന് മഫ്ലർ അഴിച്ച് ചെവിടടച്ച് ഒന്ന് കെട്ടി. ആരും അത്ഭുതപ്പെടേണ്ട എന്ന് കരുതിയാവണം ആരോടെന്നില്ലാതെ പറഞ്ഞു, നിക്കേ, ഏക്കത്തിൻ്റെ ഉപദ്രവാ. ഇറങ്ങേണ്ട സ്ഥലം അപ്പുണ്ണി നേരത്തെ കണ്ടക്ടറോട് പറഞ്ഞിരുന്നു. ഒരു വരി പീടികകളുള്ള ഒരിടത്ത് എത്തിയപ്പോൾ കണ്ടക്ടർ സ്റ്റോപ്പ് പറഞ്ഞു. ബസ് നിന്നു. ഇതാണ് സ്ഥലം. ആയോ? അപ്പുണ്ണി ഒന്നുകൂടി എടുത്തു ചോദിച്ചു. കണ്ടക്ടർ മൂളി. അവൻ സഞ്ചിയും തൂക്കി ഇറങ്ങി. ഒഴിഞ്ഞ ചരൽക്കുന്നുകൾക്കിടയിൽ ഒരു പറ്റം ഓലമേഞ്ഞ പീടികകൾ. ഓടിട്ട പീടികകൾ 2 ഉള്ളൂ. വിജനമായ ഈ മലയോരത്തിൽ മനുഷ്യർ ഒരങ്ങാടി നിർമ്മിച്ചിരിക്കുന്നു. സെയ്താലിക്കുട്ടിക്ക് നേരത്തെ എഴുതിയിട്ടില്ല. ബസ് തന്നെ കടന്നുപോയപ്പോൾ അപ്പുണ്ണിക്ക് അജ്ഞാതമായ ഒരു ഭയം തോന്നി. ആദ്യം കണ്ട ഒരു പീടികയിൽ കയറി ചോദിച്ചു, സെയ്താലിക്കുട്ടിയുടെ പീടിക ഏതാണ്? അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ചെറുക്കന് അറിഞ്ഞുകൂടാ. അപ്പുണ്ണി അവിടെ നിന്നിറങ്ങി മറ്റൊരു പീടികയിൽ കയറി. നരച്ച കൊമ്പൻ മീശയും മാറത്ത് വലിയൊരു ഇരുമ്പ് കുരിശുമുള്ള ഒരാളാണ് കച്ചവടക്കാരൻ. അയാൾ കാണിച്ചു കൊടുത്തു. അതാ ആ ഓടിട്ട പീടികേൻ്റെ അപ്പുറത്തന്നെ. അപ്പുണ്ണിക്ക് അപ്പോഴേ ശ്വാസം നേരെ വീണുള്ളൂ. ഓല ഇറക്കി കെട്ടിയ ഒരു ചായ്പാണ് പീടിക. പിന്നിൽ കൽച്ചുമരുകളുള്ള ഒരു കൊച്ചു വീടാണ്. പീടികയിൽ സാമാനം വാങ്ങാൻ വന്നവരാരുമില്ല. 9 or 10 പ്രായം വരുന്ന ഒരു ചെറുക്കൻ പെട്ടിയുടെ മുമ്പിലിരിക്കുന്നുണ്ട്. ഇതുതന്നെയല്ലേ? അപ്പുണ്ണി പരിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താ ഞാൻ പോരേ എന്ന മട്ടിൽ ഗൗരവത്തിൽ ഒന്ന് നോക്കി. സെയ്താലിക്കുട്ടിയുടെ പീടിക ഏതാ? ഇതന്നെ. എന്താ വേണ്ടേ? സെയ്താലിക്കുട്ടി ഇല്ലയേ? ചെറുക്കന് തന്നെ അയാൾ അംഗീകരിക്കാത്തത് കൊണ്ട് അല്പം അസുഖം തോന്നിയ മട്ടുണ്ട്. എന്താ വേണ്ടിച്ച് പറഞ്ഞോളി. സെയ്താലിക്കുട്ടിയെ കാണണം. ചെറുക്കൻ തല തിരിക്കാതെ വിളിച്ചു. വാപ്പാ, അതാ വിളിക്കണ്. ആരടാ? ആവോ, സെയ്താലിക്കുട്ടിയുടെ ശബ്ദമാണ്. ആരാണാവോ? പീടികയുടെ പിൻവശത്ത് വാതിൽക്കൽ തൂക്കിയ ചാക്കുവിരി പൊക്കി സെയ്താലിക്കുട്ടി പുറത്തേക്ക് വന്നു. അയാൾ ഒക്കത്ത് കൈവച്ച് അത്ഭുതത്തോടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അള്ളാ, നാരൂട്ടിയല്ലേത്? അപ്പുണ്ണി ചിരിച്ചു. ഇങ്ങോട്ട് കയറിയിരിക്കേ ഡാ, ആ പടി ഇങ്ങോട്ട് എടുത്തിട്ടാ. അപ്പുണ്ണി നെറ്റിയിലെ വിയർപ്പ് വടിച്ചു കുടഞ്ഞ് മുറ്റത്ത് നിന്ന് പീടികയിലേക്ക് കയറി. നല്ല ആള്, ഒരു കാടിട്ട് എന്തിരുന്ന് ഛേദം. വേഗം പുറപ്പെട്ടു. അത് നന്നായി. ബൈക്ക് തകരാറൊന്നും ഇല്ലായില്ലല്ലോ? ഒന്നുമില്ല. അല്ല, ആദ്യമായിട്ട് ദൂരത്തേക്ക് പോണതല്ലേ? അതിലിടയ്ക്ക് സെയ്താലിക്കുട്ടി അകത്തേക്ക് കടന്നുപോയി. വേഗം തിരിച്ചു വരികയും ചെയ്തു.
സെയ്താലിക്കുട്ടി ആ സ്ഥലത്തെപ്പറ്റി വിവരിച്ചു. തിരുവിതാംകൂറിൽ നിന്ന് വന്ന കുറേ ക്രിസ്ത്യാനികൾ അവിടെ കുടിയേറി പാർത്തിട്ടുണ്ട്. ഒഴിഞ്ഞു കാണുന്ന സ്ഥലങ്ങളെല്ലാം പണ്ട് കാടുകളായിരുന്നു. ഉള്ളോട്ട് കടന്നാൽ സായിപ്പന്മാരുടെ ചായത്തോട്ടങ്ങളുണ്ട്. അങ്ങാടിയിൽ കച്ചവടക്കാർ അധികവും ക്രിസ്ത്യാനികളാണ്. ഒരു നായരുടെ ചായക്കച്ചവടമുണ്ട്. ഹൈദർമാൻ കാക്കയുടെ ഒരു ഉണക്ക മത്സ്യ പീടികയുമുണ്ട് പുറമെ. ഈ മലയോരത്ത് കച്ചവടം ചെയ്താൽ വാങ്ങാൻ ആളുണ്ടാവുമോ എന്നായിരുന്നു അപ്പുണ്ണിയുടെ സംശയം. 500ഓളം ആളുകൾ ചുറ്റുപാടുമായി താമസമുണ്ട്. അവരുടെ കോള് ഈ അങ്ങാടിയിൽ നിന്ന് തന്നെ വേണം. തോട്ടത്തിൽ സ്റ്റോർ വരുന്നതിന് മുമ്പ് നല്ല കച്ചവടമായിരുന്നു. ഇപ്പോൾ തട്ടിമുട്ടി അങ്ങോട്ട് പോവും. പലചരക്കാണ് സെയ്താലിക്കുട്ടിയുടെ കച്ചവടം. വേറെയും ഒരു പലചരക്ക് പീടികയുണ്ട്. ഇതുകൊണ്ടാണ് സെയ്താലിക്കുട്ടിക്ക് ഉപദ്രവം. 13 കൊല്ലമായത്രേ സെയ്താലിക്കുട്ടി ഇവിടെ വന്നിട്ട്. ആദ്യം തോട്ടത്തിലായിരുന്നു, പിന്നെ ഉണക്കമീൻ വിറ്റു. ആളുകൾ വന്നു കൂടിയപ്പോൾ ഒരു പലചരക്ക് കടയിട്ടു. കഴിഞ്ഞു കൂടിയാൽ മതിയെന്നേ പ്രാർത്ഥനയുള്ളൂ. വീടും പീടികയും സ്വന്തമല്ല. 8 ഉറുപ്പിക വാടക കൊടുക്കണം. കുറച്ച് കാശുണ്ടായാൽ അത് സ്വന്തമായി വാങ്ങാമെന്ന മോഹമുണ്ട്. പക്ഷേ അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. സംസാരിച്ചത് മുഴുവൻ സെയ്താലിക്കുട്ടിക്കാണ്. അപ്പുണ്ണി എല്ലാം കേട്ടിരുന്നു. അപ്പോൾ അകത്തെ ചാക്കുവരിക്ക് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഇത് നോക്കി. സെയ്താലിക്കുട്ടി എഴുന്നേറ്റു പറഞ്ഞു, നമുക്കൊരു തുള്ളി വെള്ളം കുടിക്കുക. സെയ്താലിക്കുട്ടി അകത്തേക്ക് കടന്നു. അപ്പുണ്ണി സംശയിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സെയ്താലിക്കുട്ടി പറഞ്ഞു, ഇങ്ങോട്ട് വരിയെന്നും ഇവിടെ നമ്മുടെ ആളുകളെ എന്നുള്ളൂ. വൈമനസ്യത്തോടെയാണ് അകത്തു കടന്നത്. വാതിൽ കടന്നാൽ ഒരു തളമാണ്. അവിടെ 2 ഗ്ലാസ്സിൽ ചായയുണ്ട്. ഒന്നിനടുത്ത് ഇലച്ചീന്തിൽ വറുത്ത വാഴയ്ക്കയും മൈസൂർ പഴവും ഇരിക്കുന്നു. ഇരിക്കി. മുട്ടിപ്പലക ചൂണ്ടിക്കാണിച്ച് സെയ്താലിക്കുട്ടി പറഞ്ഞു, വണ്ടിയിലും ബസ്സിലും ഇരുന്നതല്ലേ, ക്ഷീണുണ്ടാവും, കുടിക്കി. അപ്പുണ്ണി ഇരുന്നു. ഗ്ലാസ് ചുണ്ടോടമർത്തി ഒന്ന് മോന്തി. അകത്തേക്കുള്ള വാതിൽക്കൽ കറുത്ത കാച്ചിയെടുത്ത ഒരു ഉമ്മ വന്നു നിന്നു. പാത്തുമ്മ, ഇതാരാ നിശ്ചണ്ടാ? ആരാ? നമ്മുടെ നാട്ടുകാരൻ കുട്ടിയാണേ. നേരൊക്കെ തിരിഞ്ഞില്ലല്ലോ. നമ്മുടെ കോന്തണ്ണിയാരുണ്ടായിരുന്നില്ലേ? കോന്തണ്ണിയാരുടെ മോനാ? അപ്പുണ്ണി മുഖമുയർത്തി ചിരിച്ചുകൊണ്ട് സെയ്താലിക്കുട്ടിയുടെ ഉമ്മയെ നോക്കി. എന്താ എൻ്റെ പഠിച്ചോനെ ഈ കേൾക്കണ്? ഈ കുട്ടീനെ ഞാൻ കണ്ട കാലത്ത് ദത്തര ഉണ്ട്. ഉമ്മ ഒരു കോഴിക്കുഞ്ഞിൻ്റെ വലിപ്പം കാട്ടുന്ന പോലെ കൈപ്പത്തി കമഴ്ത്തി കാട്ടി. സെയ്താലിക്കുട്ടി ചിരിച്ചു. അത് പണ്ടല്ലേ പാത്തുമ്മോ, അന്ന് ഇത്ര തള്ളയേട്ടൊന്നുമില്ലല്ലോ. അതിലിടയ്ക്ക് മകനകത്തെ വർത്തമാനത്തിൽ പങ്കുപറ്റാൻ വന്നു. സെയ്താലിക്കുട്ടി, അവിടെ പോയി കുത്തിരിക്കടാ, ആളുകൾ വരാൻ തുടങ്ങണ നേരാ. അവൻ പീടികയിലേക്ക് തന്നെ പോയപ്പോൾ സെയ്താലിക്കുട്ടി പറഞ്ഞു, ഓനെ കച്ചവടം പഠിപ്പിക്കുക. പീടികയിൽ വിളക്ക് കത്തിച്ചു. ജനാലയിലൂടെ പുറത്ത് സന്ധ്യയുടെ മങ്ങിയ വെളിച്ചം പിൻവാങ്ങുന്നത് കാണാമായിരുന്നു. ഒഴിഞ്ഞ മലയോരത്തിൽ തങ്ങിയിരുന്ന നീലച്ച പുക മാഞ്ഞു. മൂടൽ മഞ്ഞ് പുരണ്ട ഇരുളിൻ കീറുകൾ താണുപറ്റാൻ തുടങ്ങുന്നു. സെയ്താലിക്കുട്ടി ഗ്ലാസ് ചുമരിനരികിലേക്ക് കാൽക്കൊണ്ട് നീക്കി വെച്ചു പറഞ്ഞു, 2-3 ആള് വരണ നേരാ, ഇരിക്കി, ഞാൻ വരണ. സെയ്താലിക്കുട്ടി പീടികയിലേക്ക് പോയി. പാത്തുമ്മ നാട്ടിലെ വർത്തമാനങ്ങൾ ചോദിച്ചു. 2 കൊല്ലമായിട്ടേയുള്ളൂ അവരും കുട്ടികളും നാട്ടിൽ നിന്ന് പോന്നിട്ട്. അവിടെയുണ്ടായിരുന്ന പുര കടത്തിലായിരുന്നു. അത് വിറ്റിട്ടാണ് കടം വാങ്ങിയത്. നാട്ടിൽ സ്വന്തം വീടും പറമ്പും ഉണ്ടാവുന്ന കാലത്തെ ഇനി തിരികെ പോകണ്ടു എന്നാണ് അവർ മാപ്പിളയോട് പറഞ്ഞിരിക്കുന്നത്. ആളിമ്മിനി വലുതായിട്ടോ. അയമുട്ടി വൈശ്വരോട് പോകുമ്പോൾ അങ്ങളോടൊന്ന് കയറിയത് ഇശി മുമ്പാ. അപ്പുണ്ണി ചുമർ ചാരി ഇരുന്നു കൊണ്ട് ആലോചിച്ചു. വളർന്നിരിക്കുന്നു, ഇനിയും വളരുകയാണ്. പാറക്കുട്ടി അമ്മയ്ക്ക് വയ്യായികയൊന്നും ഇല്ലല്ലോ? അപ്പുണ്ണി മുഖം താഴ്ത്തി പറഞ്ഞു. ഇല്ല. എങ്ങനെയപ്പോ, ഒരു പൊത്തിരത്തിക്കുണ്ടോ? ഇനിയൊന്നും ചോദിക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന. ഉമ്മയുടെ പിറകിൽ നിന്ന് 2 കറുത്ത കണ്ണുകൾ നീണ്ടുവരുന്നത് അപ്പോഴാണ് അപ്പുണ്ണി കണ്ടത്. ഉമ്മ തിരിഞ്ഞപ്പോഴാണ് അവളെ ശരിക്കും കാണാൻ കഴിഞ്ഞത്. വെളുത്ത കാച്ചിയും കുപ്പായവും ചൊട്ടിയുള്ള തട്ടവും ധരിച്ച ഒരു വെളുത്തു മെലിഞ്ഞ പെൺകുട്ടി. അവളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. എന്താണടി നോക്കണ്, കൂടലുകാരനാ? ആ പെൺകുട്ടി ലജ്ജിച്ച് മുഖം വലിച്ചു കളഞ്ഞു. ഉമ്മ പറഞ്ഞു, നബീസുവാ മൂത്തത്. ഓള് പറയണ് നാട് തന്നെ നല്ലതെന്നാ. അപ്പുണ്ണി വീടിൻ്റെ അകമെല്ലാം ഒന്ന് കണ്ണോടിച്ചു. തട്ടില്ല. മുകളിൽ പുല്ല് മേഞ്ഞിരിക്കുകയാണ്.
ചെത്തി തേക്കാത്ത കൽച്ചുമരുകൾ. അകത്ത് 2 മുറികളിലേക്കുള്ള വാതിൽ കാണാം. അതിനപ്പുറത്ത് അരയ്ക്കും ഉയരത്തിൽ ഒരു തിണ്ണയുണ്ട്. അതിന്മേൽ ഒരു ചിമ്മിനി കത്തുന്നു. അതിന് താഴത്തൂടെ നബീസ അടുക്കളയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും അപ്പുണ്ണി കണ്ടു. വെളിച്ചത്തിലൂടെ നീങ്ങുമ്പോൾ അവളുടെ ചെങ്കേലസ്സുകൾ പ്രകാശിക്കുന്നുണ്ട്. ഇരുട്ടിക്കഴിഞ്ഞിട്ടില്ലാത്ത സന്ധ്യകളിൽ പാലത്തിൻ്റെ ചുവട്ടിലെ പാറക്കെട്ടിലിരുന്ന് മാനത്തേക്ക് നോക്കുമ്പോൾ മേഘക്കീറുകൾക്കിടയിൽ പാതി മറഞ്ഞു കാണാറുള്ള ചന്ദ്രകലയുടെ രൂപം മനസ്സിലുയർന്നു. സെയ്താലിക്കുട്ടി വരുന്നതുവരെ പാത്തുമ്മ വാതിൽപ്പടിയിലിരുന്ന് സംസാരിച്ചു. 12 കാലത്തെ പരിചയം വന്ന പോലെയാണ് അവർ സംസാരിച്ചിരുന്നത്. സെയ്താലിക്കുട്ടി പറഞ്ഞു, ഇവിടെ സൗകര്യമൊക്കെ ഇച്ചിരി കഷ്ടിയാവും, എന്നാലും നമ്മക്കങ്ങോട്ട് കൂടാല്ലേ നായരുട്ടിയെ. അപ്പുണ്ണി ചിരിക്കുക മാത്രം ചെയ്തു. ഇവിടെ താമസിക്കുവാനല്ലല്ലോ വന്നത്, കുളിക്കണ്ടേ? അപ്പുണ്ണി സംശയിച്ചു. വിഷമില്ല, ഇച്ചിരി പോയാൽ ചോലുണ്ട്, പഷ്ട് വെള്ളാ, കുളിക്കണം. തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചാൽ ക്ഷീണം മാറും. ഷർട്ട് ഊരി. അപ്പുണ്ണി ഷർട്ട് ഊരി സഞ്ചിയിൽ നിന്ന് തോർത്തെടുത്ത് ചുമലിലിട്ടു. പാത്തുമ്മോ, നല്ലെണ്ണ ഉണ്ടെങ്കിൽ കൊടുക്കും, വേണം ഒരു തുള്ളി. പാത്തുമ്മ അപ്പുണ്ണിയുടെ കൈക്കുടന്നയിലേക്ക് എണ്ണയൊഴിച്ചു കൊടുത്തു. ചകിരി പോലെ പരിവരുത്ത തലമുടിയിൽ അപ്പുണ്ണി എണ്ണ തിരുമ്മി തേച്ചു. നബീസോ, വാപ്പാൻ്റെ പോക്കറ്റിലാമ്പിട്. അടുക്കളയിലായിരുന്ന നബീസ അതിന് തൊട്ടടുത്ത മുറിയിലേക്ക് കയറിപ്പോയി. മുറിയിൽ നിന്ന് പുറത്ത് കിടന്ന് ടോർച്ചൊന്ന് കൗതുകത്തോടെ മുഖത്തേക്ക് ഞെക്കി. പൊടുന്നിനെ വെളിച്ചം വീണപ്പോൾ അവൾ വെളുത്തു കുറിയ പല്ലുകൾ മുഴുവൻ കാണിച്ചൊന്ന് ചിരിച്ചു. ധൃതിയിൽ വാതിക്കൽ വന്ന് വാപ്പായുടെ നേരെ ടോർച്ച് നീട്ടി. സെയ്താലിക്കുട്ടി മുന്നിലും അപ്പുണ്ണി പിന്നിലുമായി നടന്നു. റോഡിൽ നിന്ന് ചരൽ നിറഞ്ഞ വെളിസ്ഥലത്തേക്ക് കടന്നു. കുറേ നേരം ചെന്ന് കുത്തനെ താഴോട്ടിറങ്ങിയപ്പോൾ പാറക്കെട്ടുകളിലൂടെ ഉരുണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടു. മുകളിൽ നരച്ച ആകാശപ്പരപ്പ്, ദൂരെ കട്ട പിടിച്ച ഇരുട്ടുപോലെ വൃക്ഷക്കൂട്ടങ്ങൾ. അപ്പുറത്തെ ഇരുണ്ട കൊല്ലിയിൽ ഇലച്ചാർത്തിനിടയ്ക്ക് 1000 മിന്നാമിനുങ്ങുകൾ തെളിയുകയും പൊലിയുകയും ചെയ്യുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. കാട്ടുചോലയുടെ വക്കിൽ നിന്ന് അപ്പുണ്ണി ഇരുട്ടും മൂകതയും പൂണ്ടുകിടക്കുന്ന ആ മലയോരത്തിൻ്റെ ഗാംഭീര്യം ഒന്നാകെ നോക്കി. നല്ല തണുപ്പുണ്ട്. പെട്ടെന്ന് വെള്ളത്തിലിറങ്ങാൻ തോന്നിയില്ല. ഒരു പാറയുടെ മുകളിൽ കയറിയിരുന്നു. താഴെ മണലും വെള്ളാരം കല്ലുകളും ചേർന്ന് കിടക്കുന്ന ചോലക്കരയിൽ സെയ്താലിക്കുട്ടിയും ഇരുന്നു. അപ്പുണ്ണി ജോലിക്കാര്യത്തെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. നമുക്ക് നാളെ മേനെ പോയി കാണാം. ഏത് മേനോൻ? എസ്റ്റേറ്റിലെ മാനേജർ സായിപ്പ് ഇംഗ്ലണ്ടിൽ പോയിരിക്കുക. ഇപ്പം മൂപ്പര അക്കേറ്റിന് ആള്. ശരിയാവോ? ആവില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതൂല. നാരുട്ടിയെ, നിങ്ങൾ ബസമ ഞങ്ങൾക്കറിയാം. സെയ്താലിക്കുട്ടി താഴത്തു നിന്ന് കയറി അവൻ്റെ മുമ്പിൽ മറ്റൊരു പാറപ്പുറത്തിരുന്നു. അരയിൽ നിന്ന് ബീഡിയെടുത്ത് കത്തിച്ചു പറഞ്ഞു. പറഞ്ഞ അയാൾ കേൾക്കും. അയാൾ നമ്മളെ നാട്ടിൻ്റെ ഒക്കെ അടുത്തന്നെയാ. സെയ്താലിക്കുട്ടി ശങ്കരമേനോനെ പറ്റി പറഞ്ഞു. കൂടല്ലൂരിൽ നിന്ന് അയാളുടെ വീട്ടിലേക്ക് 5-6 നാഴികയേ ഉള്ളൂ. നാട്ടിൽ വെച്ച് തന്നെ സെയ്താലിക്കുട്ടി അയാളെ അറിയും. അയാൾക്ക് ഏറ്റുകാലത്ത് നരിമീൻ കൊണ്ടുപോയി കാഴ്ചവെച്ചിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. എങ്കിലും അപ്പുണ്ണി സംശയിച്ചു. വലിയ ആളുകൾ അതൊക്കെ കാര്യമായിട്ടെടുക്കുമോ? അത് മനസ്സിലാക്കിയിട്ടെന്നോണം സെയ്താലിക്കുട്ടി പറഞ്ഞു. അയാൾക്ക് സെയ്താലിക്കുട്ടീനെ മറക്കാനാവൂല. സെയ്താലിക്കുട്ടിയുടെ സ്വരത്തിന് പതിവിലുമധികം കനമുണ്ടായിരുന്നു. അതെന്താണെന്ന് എടുത്തു ചോദിക്കേണ്ടി വന്നില്ല. സെയ്താലിക്കുട്ടി പറഞ്ഞു. അതൊരു കഥയായിരുന്നു. നാട്ടിൽ നിന്ന് ആദ്യമായി വയനാട്ടിൽ വന്ന് ഉഴന്നു നടന്ന കാലത്താണ് ശങ്കരമേനോൻ ആനമലയിൽ ഒരു ചായത്തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റമായി വന്നത്. സെയ്താലിക്കുട്ടി ചെന്നു കണ്ടു. 5 ഉറുപ്പിക കൊടുത്തു. 5 ഉറുപ്പികയായിരുന്നില്ല ആവശ്യം, ജോലിയായിരുന്നു. നാട്ടിൽ നിന്ന് നരിമീനും വാളയും കൊടുത്തതൊന്നും അയാൾ അന്ന് അത്ര ഓർത്തിരുന്നില്ല. വലിയ സ്ഥിതിയിലെത്തിയ മനുഷ്യന്മാർക്ക് ഓർമ്മ ഇച്ചിരി കുറവാകും എന്നൊരു സാമാന്യ തത്വം സെയ്താലിക്കുട്ടി കണ്ടെത്തി. സെയ്താലിക്കുട്ടി നിരന്തരമായി അലട്ടിയപ്പോൾ അയാൾ തോട്ടത്തിൽ കൂലിപ്പണി കൊടുത്തു. ദിവസം 1 ഉറുപ്യ കൂലി. മേനോൻ അന്ന് അസിസ്റ്റന്റ് മാനേജരാണ്. താമസിക്കാൻ എസ്റ്റേറ്റ് വക വലിയ ബംഗ്ലാവ് ഉണ്ട്. ബംഗ്ലാവിലെ കുശിനിയുടെ കോലായിലായിരുന്നു സെയ്താലിക്കുട്ടിയുടെ കിടപ്പ്. അന്ന് മേനോൻ വിവാഹം കഴിച്ചിട്ടില്ല. എങ്കിലും കൂലിപ്പണിക്കാർക്കിടയിൽ പലതും സംസാരമുണ്ടായിരുന്നു.
മേസ്ത്രി കുഞ്ഞിക്കണ്ണന് ചില ആനുകൂല്യങ്ങൾ കിട്ടിയതിൻ്റെ പിന്നിലും കഥയുണ്ടായിരുന്നു. അതൊക്കെ സെയ്താലിക്കുട്ടി കാര്യമാക്കിയില്ല. പക്ഷേ എവിടെ നിന്നോ ഒരു പണിക്കാരി വന്നു ചേർന്ന മുതൽക്ക് സെയ്താലിക്കുട്ടിയുടെയും അഭിപ്രായം മാറി. വെക്കാൻ ഗോപാലനുണ്ട്, വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ എസ്റ്റേറ്റ് വക ആളുകളുണ്ട്. മേനോനാണെങ്കിൽ തനിച്ചു. ചെറുപ്പം പെണ്ണ്, നായര് ജാതില്ല എന്നായിരുന്നു എൻ്റെ നോട്ടം. അവൾ പണിക്കാരിയായിട്ടാണ് വന്നതെങ്കിലും പണിയൊന്നും ഉണ്ടായിരുന്നില്ല. മേനോന് ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാറുണ്ട്. മുകളിൽ ഒറ്റ മുറിയേ ഉള്ളൂ. ഉച്ചയ്ക്കും വൈകുന്നേരവുമൊക്കെ അവൾ മുകളിൽ തന്നെയാണ്. പണിക്കാർ അത് കണ്ടില്ലെന്ന് നടിച്ചു. ഗോപാലൻ മുറുമുറുക്കാൻ തുടങ്ങിയത് അവൾ അധികാരം കാട്ടാൻ തുടങ്ങിയപ്പോഴാണ്. അതിലിടയ്ക്ക് സെയ്താലിക്കുട്ടി പാടിയിലേക്ക് താമസം മാറ്റി. കുറേ കഴിഞ്ഞപ്പോൾ പണിക്കാരി തീരെ മുകളിൽ നിന്ന് ഇറങ്ങാതായി. മാസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ ബട്ട്ലർ ഗോപാലൻ വന്ന് സെയ്താലിക്കുട്ടിയെ വിളിച്ചു. എന്തിനാണ്? അന്വേഷിച്ചപ്പോൾ ഗോപാലൻ അറിയില്ല. നേരം രാത്രി 10 മണിയായിരിക്കുന്നു. അയാളുടെ കൂടെ തന്നെ പോയി. മേനോൻ സിഗരറ്റും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഗോപാലനോട് വാതിലടച്ച് കിടന്നോളാൻ പറഞ്ഞു. അവർ തനിച്ചായപ്പോൾ മേനോൻ സെയ്താലിക്കുട്ടിയെ അകത്തെ മുറിയിലേക്ക് വിളിച്ചു. സെയ്താലിക്കുട്ടി. പതിവ് പോലെ സ്വരം പരുഷമായിരുന്നില്ല. സെയ്താലിക്കുട്ടിയെക്കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. എന്താണാവോ? കുറച്ച് കഴിഞ്ഞു പറയാം. ഇവിടെ ഇരുന്നോളൂ. സെയ്താലിക്കുട്ടി ആ മുറിക്കകത്ത് അടുപ്പിനടുത്തായി തീ കാഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതവും നേരിയ ഭയവും ഒക്കെ തോന്നി. ഗോപാലനും ഉറങ്ങിക്കാണും. വായനാമുറിക്കകത്താണ് സെയ്താലിക്കുട്ടി. ചുവരിലെ പുസ്തകങ്ങൾ അടുക്കി വെച്ച ചില്ലലമാരകളിലേക്കും എരിയുന്ന അടുപ്പിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. എത്ര സമയമാണ് കടന്നുപോയതെന്ന് സെയ്താലിക്കുട്ടിക്ക് അറിഞ്ഞുകൂടാ. വീണ്ടും മേനോന്റെ ശബ്ദം കേട്ടപ്പോഴാണ് സെയ്താലിക്കുട്ടി എഴുന്നേറ്റത്. വാ എന്ന് മാത്രം പറഞ്ഞു. അയാൾ മുകളിലേക്ക് കോണി കയറി. പേടിച്ച് സെയ്താലിക്കുട്ടിയും പിന്തുടർന്നു. മുകളിലെ മുറിയിലെ താഴ്ത്തിവെച്ച വലിയ മേശവിളക്കിൻ്റെ തിരി അല്പം പൊക്കി. മങ്ങിയ വെളിച്ചം പരന്നു. കട്ടിലിൽ കണ്ണടച്ച് വെള്ളപ്പുതപ്പിനടിയിൽ കിടക്കുന്നു പണിക്കാരത്തി. അവൾ പതുക്കെ നിരങ്ങുന്നുണ്ട്. അപ്പോഴാണ് സെയ്താലിക്കുട്ടി മറ്റൊന്ന് കണ്ടത്. നിലത്തും കുളിമുറിയുടെ വാതിൽക്കലും ചോരയുണ്ട്. പടച്ചോനെ! സെയ്താലിക്കുട്ടി പരവശനായി. മേനോൻ മറുവശത്തെ കട്ടിലിലെ ഒരു വെളുത്ത തുണിക്കെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താണസ്വരത്തിൽ പറഞ്ഞു. അതെടുത്തു കൊണ്ടുപോയി കുഴിച്ചിട്. താഴ്ത്തി കുഴിച്ചിടണം. കുറച്ച് വിട്ട് എവിടെയെങ്കിലും. മൂന്നാമതൊരാൾ അറിയരുത്. സെയ്താലിക്കുട്ടി ആ തുണിക്കെട്ട് തൊട്ടു. കൈ മരവിച്ചുപോയി. മൃദുവായ തണുത്ത എന്തോ ഒന്ന്. തുണി മാറ്റിയപ്പോൾ ഒരു ചോരക്കുഞ്ഞാണ്. അനക്കമില്ല. വിറകുപുരയുടെ മുന്നിൽ മൺവെട്ടി ഉണ്ടാവും. വേഗം. തുണിയിൽ പൊതിഞ്ഞ ആ സാധനം സെയ്താലിക്കുട്ടി പൊക്കിയെടുത്തു. അവിടെ ഇപ്പോൾ ഒരു പൂമരമാണ് നിൽക്കുന്നത്. മൂപ്പരോടേക്ക് പോകുമ്പോൾ കാണിച്ചിട്ടുണ്ട്. മൂന്നാമതൊരു ജീവി അറിയണത് ഇപ്പോഴാ. ഐസ് പോലെ തണുത്തിരുന്നു ചോലവെള്ളം. കുളിക്കേണ്ടെന്ന് തോന്നി. സെയ്താലിക്കുട്ടി കുളിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് മുങ്ങിയെന്ന് വരുത്തി. തിരിച്ചു പോരുമ്പോൾ വയനാടും ഉദ്യോഗകാര്യവും സെയ്താലിക്കുട്ടിയും എല്ലാം മനസ്സിൽ നിന്ന് തൽക്കാലത്തേക്ക് മറഞ്ഞ പോലെ തോന്നി. അവശേഷിച്ചിരുന്നത് ഒന്നു മാത്രമാണ്. അവിടെ ഒരു പൂമരം വളരുന്നു. ഒരന്യഗ്രഹത്തിൽ നിന്ന് ആദ്യമായി ഊണ് കഴിക്കുകയാണ്. മാപ്പിള തൊട്ട വെള്ളം കുടിക്കാൻ പാടില്ലെന്നായിരുന്നു പണ്ടൊക്കെ വിചാരം. ഇപ്പോൾ സെയ്താലിക്കുട്ടി ഒരു വശത്തിരിക്കുന്നു. അപ്പുറം മുഹമ്മദ് കുട്ടി. മുന്നിൽ മഞ്ഞ നിറമുള്ള ചാക്കരിയുടെ ചൂട് പറക്കുന്ന ചോറും ചുവന്ന കറിയും വിളമ്പുന്നത് പാത്തുമ്മ. വടക്കേപ്പാട്ട 4 കെട്ടിലേക്ക് പുറത്തുനിന്ന് കയറണമെങ്കിൽ കുളിക്കണം. ചെറുമക്കൾക്ക് കിണറ്റിനരികത്തുകൂടി പോകാൻ പാടില്ല. പാത്തുമ്മ വെച്ച ചോറും കറിയും കഴിക്കുമ്പോൾ അപ്പുണ്ണിക്ക് വിഷമം തോന്നിയില്ല. വെറുത്തിരുന്ന എന്തെല്ലാമോ പൊളിച്ചിടുന്ന ഒരു രസമാണ് അവൻ അനുഭവപ്പെട്ടത്. ഉറങ്ങാറായപ്പോൾ തളത്തിൽ അപ്പുണ്ണിക്ക് മെത്തപ്പായ വിരിച്ചു. പിന്നിപ്പോയ പഴയൊരു തട്ടം അലക്കിയതാണ് തലയിണയിൽ വിരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് അത്തറിൻ്റെ നേരിയ പരിമളം പൊങ്ങുന്നുണ്ടായിരുന്നു. എപ്പോഴാ വേണ്ടിച്ച വിളിച്ചോളീം, സെയ്താലിക്കുട്ടി പറഞ്ഞു. പോക്കറ്റ് ലാമ്പ് തലക്കലിരുന്നോട്ടെ, പുറത്തു പോകണം തോന്നിയാൽ വിളിച്ചോളീം. ഓ, പേടിയില്ലല്ലോ? പേടിയുണ്ടായാൽ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോൾ കുട്ടിയൊന്നുമല്ല, ഒരാണാ. സെയ്താലിക്കുട്ടി ഒന്ന് ചിരിച്ചു. നല്ല ക്ഷീണം തോന്നി. വായുവിന് നല്ല തണുപ്പുണ്ട്. തലയിണയിൽ മുഖമമർത്തി കിടന്നുകൊണ്ട് അപ്പുണ്ണി ആലോചിച്ചു. ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരു മനുഷ്യൻ്റെ വിരുന്നുകാരനാണിന്ന്.